മുഖ്യമന്ത്രിയും നടനുമായ വിജയും ഭാര്യ സംഗീത സ്വർണലിംഗവും തമ്മിലുള്ള വിവാഹമോചന കേസ് പുതിയ വഴിത്തിരിവിലേക്ക്. ഇരുവരും വീണ്ടും ഒരുമിച്ച് തുടരാനാണ് തീരുമാനിച്ചത് എന്നാണ് അഭ്യൂഹം. ഇത് സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. വിജയുടെ അമ്മ ശോഭ ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളുടെ ഇടപെടലാണ് ഒത്തുതീർപ്പിന് കാരണമെന്നാണ് ചില തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ലണ്ടനിലുള്ള സംഗീത ചെന്നൈയിലേക്ക് എത്തിയെന്നും വിവരമുണ്ട്. ജൂൺ 22 വിജയുടെ ജന്മദിനത്തോടനുബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് വിവരം. ഇപ്പോൾ പ്രചരിക്കുന്ന വാർത്തകളോട് ഇതുവരെ വിജയിയോ സംഗീതയോ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. വിവാഹമോചനം തേടി സംഗീത സ്വർണലിംഗമാണ് ചെങ്കൽപ്പേട്ട് കുടുംബ കോടതിയിൽ ഹർജി സമർപ്പിച്ചത്. നടിയുമായുള്ള ബന്ധം ആരോപിച്ചാണ് സംഗീത വിവാഹമോചന ഹർജി ഫയൽ ചെയ്തത്. 2021 തന്നെ ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ തുടങ്ങിയിരുന്നുവെന്നാണ് വിവരം. പരസ്പര സമ്മതത്തോടെയുള്ള വിവാഹമോചനത്തിന് സംഗീത ആഗ്രഹിച്ചെങ്കിലും വിജയ് ആദ്യം അതിന് തയ്യാറായില്ല. തന്റെ രാഷ്ട്രീയ ഭാവി തകരുമെന്ന് ഭയന്നാണ് വിജയ് വിവാഹബന്ധം വേർപെടുത്താൻ വിസമ്മതിച്ചത് എന്നാണ് വിവരം. പിന്നാലെയാണ് സംഗീത കോടതിയെ സമീപിച്ചത്. 1996 പുറത്തിറങ്ങിയ പൂവേ ഉനക്കാകെ എന്ന ചിത്രം കണ്ടാണ് സംഗീത വിജയുടെ ആരാധികയായത്. ലണ്ടനിൽ നിന്ന് വിജയെ നേരിൽ കാണാനായി മാത്രം സംഗീത ചെന്നൈയിലെത്തി. ലണ്ടൻ യൂണിവേഴ്സിറ്റിയിലെ പഠനകാലത്ത് വിജയ്ക്ക് സംഗീത സ്ഥിരമായി കത്തുകൾ എഴുതിയിരുന്നു. സൗഹൃദം പ്രണയമായി വളരുകയും വീട്ടുകാരുടെ അനുവാദത്തോടെ 1999 ഓഗസ്റ്റിൽ ഇരുവരും വിവാഹിതരാവുകയും ചെയ്തു. പ്രധാന പരിപാടികളെല്ലാം വിജയ്ക്കൊപ്പം പ്രത്യക്ഷപ്പെട്ടിരുന്ന സംഗീത കുറച്ചുകാലമായി പൊതുവേദികളിൽ എത്തിയിരുന്നില്ല. പിന്നാലെ ഇരുവരും അകന്നു കഴിയുകയാണെന്ന വാർത്തകൾ പ്രചരിച്ചിരുന്നു. TVK പരിപാടികളിൽ വിജയുടെ മാതാപിതാക്കൾ എത്തിയപ്പോഴും സംഗീതയും മക്കളും എത്തിയിരുന്നില്ല. അതേസമയം ഇപ്പോൾ പ്രചരിക്കുന്ന ഒത്തുചേരലിന്റെ വാർത്തകളോട് വിജയോ സംഗീതയോ അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങളോ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിക്കുകയോ വാർത്തകൾ സ്ഥിരീകരിക്കുകയോ ചെയ്തിട്ടില്ല. മുമ്പ് അച്ഛനുമായുള്ള വിജയുടെ പിണക്കത്തിലും അമ്മ ശോഭ ഇടപെട്ടാണ് ആ പ്രശ്നം ഒത്തുതീർപ്പാക്കിയത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിലും വിജയ് അമ്മയുടെ വാക്ക് കേൾക്കുമെന്ന് തന്നെയാണ് ആരാധക പ്രതീക്ഷ. അതേസമയം വിജയും ഭാര്യ സംഗീതയും തമ്മിലുള്ള വിവാഹമോചന കേസ് ജൂൺ 15 ചെങ്കൽപ്പേട്ട് ജില്ലാ കുടുംബ കോടതി പരിഗണിക്കും. സുരക്ഷാ കാരണങ്ങളാലും മറ്റും ഇരുവരും നേരിട്ട് കോടതിയിൽ ഹാജരാകില്ലെന്നാണ് വിവരം. പകരം അഭിഭാഷകർ മുഖേന വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഹാജരായേക്കും. ഫെബ്രുവരിയിൽ സംഗീത സമർപ്പിച്ച വിവാഹമോചന ഹർജിയിലെ മുൻവാദം കേൾക്കലിനിടെ ഇരുവരും അടുത്ത തവണ നേരിട്ട് കോടതിയിൽ ഹാജരാകാൻ നിർദ്ദേശിച്ചിരുന്നു. എങ്കിലും നിലവിലെ സാഹചര്യത്തിൽ വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഹാജരാകാൻ കോടതി അനുമതി നൽകിയെന്നാണ് സൂചന. കഴിഞ്ഞ കുറച്ചുകാലമായി വിജയുടെ കുടുംബപരവും രാഷ്ട്രീയവുമായ പൊതുപരിപാടികളിൽ നിന്നും സിനിമകളുടെ ഓഡിയോ ലോഞ്ചുകളിൽ നിന്നും സംഗീത പൂർണ്ണമായി വിട്ടുനിന്നിരുന്നതാണ് ഇരുവരും തമ്മിൽ കടുത്തകൽച്ചയിലാണെന്ന വാർത്തകൾക്ക് ബലം നൽകിയിരുന്നത്. സംഗീതയുടെ വിവാഹമോചന ഹർജി പുറത്തു വന്നതോടെയാണ് തർക്കങ്ങൾ പരസ്യമായത്. ബ്രിട്ടീഷ് പൗരത്വമുള്ള സംഗീത ചെങ്കൽപ്പേട്ട് ഫാമിലി കോടതിയിലാണ് വിജയ്ക്കെതിരെ വിവാഹമോചന ഹർജി സമർപ്പിച്ചത്. 26 വർഷത്തെ ദാമ്പത്യം അവസാനിപ്പിക്കാൻ അനുമതി തേടിയുള്ള ഹർജിയിൽ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. 2021 മുതൽ വിജയ്ക്ക് ഒരു സഹനടിയുമായി അവിഹിത ബന്ധമുണ്ടെന്നും അത് അവസാനിപ്പിക്കാമെന്ന് ഉറപ്പ് നൽകിയെങ്കിലും പശ്ചാത്താപമില്ലാതെ തുടർന്നുവെന്നും സംഗീത ഹർജിയിൽ ആരോപിച്ചിരുന്നു. വിജയുടെ മുഖ്യമന്ത്രി കസേരയിലേക്കുള്ള സത്യപ്രതിജ്ഞാ ചടങ്ങിലും ഭാര്യ സ്വർണലിംഗവും മക്കളും പങ്കെടുത്തിരുന്നില്ല. വിജയും നടി തൃഷയുമായി ബന്ധപ്പെടുത്തി സിനിമാ ഗോസിപ്പുകൾ വന്നിരുന്നെങ്കിലും അതിനൊന്നും വിശ്വസനീയമായ തെളിവുകൾ ഉണ്ടായിരുന്നില്ല. വിജയോടൊപ്പം പൊതുപരിപാടികളിലും മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിലും തൃഷ പങ്കെടുത്തത് തമിഴ് രാഷ്ട്രീയത്തിലും സിനിമാ മേഖലയിലും വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു. എന്നാൽ ഇതിനോട് രണ്ടുപേരും പ്രതികരണങ്ങളൊന്നും നടത്തിയിട്ടില്ല. ചെന്നൈ ചെങ്കൽപ്പേട്ട് ഫാമിലി കോടതിയിലുള്ള വിവാഹമോചന ഹർജിയുമായി ബന്ധപ്പെട്ട നടപടികളിൽ മാറ്റമുണ്ടാകുമോ എന്ന കാര്യത്തിലും വ്യക്തത വരേണ്ടതുണ്ട്. എങ്കിലും പ്രിയപ്പെട്ട താരം കുടുംബജീവിതത്തിലേക്ക് സന്തോഷത്തോടെ മടങ്ങി വരുന്നത് കാണാൻ പ്രാർത്ഥനകളോടെ കാത്തിരിക്കുകയാണ് ആരാധകർ. ജൂൺ 22 വിജയുടെ ജന്മദിനത്തിൽ ദമ്പതികൾ ഒരുമിച്ചുള്ള ഒരു പ്രഖ്യാപനം നടത്തിയേക്കുമെന്നും അഭ്യൂഹവും സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ആരാധക കൂട്ടായ്മകളിലും ഫാൻസ് പേജുകളിലും ഈ സാധ്യതയെക്കുറിച്ചുള്ള ചർച്ചകളും സജീവമാണ്. നേരത്തെ വിജയും പിതാവും തമ്മിലുള്ള പ്രശ്നത്തിൽ ഇടപെട്ട് പരിഹരിച്ചത് അമ്മ ശോഭയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണയും അമ്മ ഇടപെട്ട് കാര്യങ്ങൾ ഭംഗിയായി പരിഹരിച്ചെന്ന തരത്തിലാണ് വാർത്തകൾ പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.